തീർച്ചയായിട്ടും അതെ. ഒരു ഒരു പീസ് പ്രോസസ്സിലൂടെ ഒരു പ്രശ്നത്തിന് പരിഹാരം കാണാൻ സാധിക്കണമെങ്കിൽ ഇരു രാജ്യങ്ങളും ഇപ്പൊ ഈ സംഘർഷത്തിൽ ഏർപ്പെട്ടിട്ടുള്ള അമേരിക്ക ഇസ്രായേൽ സഖ്യത്തിനും ഇറാനും അവരുടെ വൈറ്റൽ നാഷണൽ ഇൻട്രസ്റ്റ്, അവരുടെ ഏറ്റവും അടിസ്ഥാനപരമായ ദേശീയ താല്പര്യങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് ഒരു എഗ്രിമെന്റിലേക്ക് എത്തുക അത്ര എളുപ്പമല്ല. ഇപ്പം ഇറാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ദേശ താല്പര്യമാണ്, വൈറ്റൽ നാഷണൽ ഇൻട്രസ്റ്റ് ആണ് ഹോർമൂസിന്റെ മേലെ അവരുടെ നിയന്ത്രണം നിലനിർത്തുക എന്നുള്ളത്. അവരുടെ ഭൂമിശാസ്ത്ര മേഖലയുടെ തുടർച്ചയാണ് ഹോർമൂസ് കടലിടുക്ക്. അപ്പോൾ ആ മേഖലയിൽ പൂർണ്ണമായിട്ട് അമേരിക്കൻ നിയന്ത്രണത്തിലേക്ക് വരിക എന്നത് ഇറാന്റെ ദേശീയ താല്പര്യങ്ങൾക്ക് വിരുദ്ധമാണ്. ഈ വൈറ്റൽ നാഷണൽ ഇൻട്രസ്റ്റ് ചാലഞ്ച് ചെയ്യുന്ന ഘട്ടത്തിൽ രാജ്യങ്ങൾ നിരന്തരമായി യുദ്ധം ചെയ്യുകയും യുദ്ധാവസ്ഥയിൽ തുടരുകയും ചെയ്യുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അമേരിക്ക ഇസ്രായേൽ അച്ചുതണ്ടിന്റെ താല്പര്യങ്ങളും അവരുടെ സർവൈവലുമായിട്ട് നേരിട്ട് ബന്ധമുണ്ട്. കാരണം ഹോർമൂസ് കടലിടുക്ക് ഒരു അന്താരാഷ്ട്ര കപ്പൽപാതയായി നിലനിർത്തേണ്ടുന്നത് ഒരു സൂപ്പർ പവർ എന്ന നിലയിൽ അമേരിക്കയ്ക്ക് അനിവാര്യമാണ്. കാരണം ഗൾഫിലെ സമ്പന്ന അറബ് രാജ്യങ്ങളെല്ലാം തന്നെ അമേരിക്കയുടെ പ്രൊട്ടക്ടറേറ്റുകളാണ്. അവ സാമ്പത്തിക കാര്യങ്ങളിലും സെക്യൂരിറ്റിയുടെ കാര്യത്തിലും അമേരിക്കയെ ആശ്രയിക്കുന്ന രാജ്യങ്ങളാണ്. അപ്പോൾ ആ രാജ്യങ്ങളുടെ നിലനിൽപ്പ് തന്നെ അപകടത്തിലാകുന്ന സമീപനമാണ് ഹോർമൂസ് കടലിടുക്ക് ഇറാന്റെ സമ്പൂർണ്ണ നിയന്ത്രണത്തിലേക്ക് വരിക എന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഒരു തരത്തിലും വിട്ടുവീഴ്ച ചെയ്യാൻ പറ്റാത്ത താല്പര്യങ്ങൾ നിരന്തരമായി ഏറ്റുമുട്ടുന്ന ഒരു സംഘർഷ മേഖലയാണ് ഇപ്പോൾ ഗൾഫ് മേഖലയിൽ തുറന്നു വന്നിട്ടുള്ളത്. അപ്പോൾ ഈ സാഹചര്യത്തിൽ സമാധാന പ്രക്രിയ തൽക്കാലത്തേക്കൊക്കെ നടക്കുമെങ്കിലും ഈ ദേശ താല്പര്യങ്ങളുടെ കാര്യത്തിൽ അമേരിക്ക ഇസ്രായേൽ അച്ചുതണ്ടിന്റെ സാമ്രാജ്യത്വ താല്പര്യങ്ങളുടെ കാര്യത്തിലും ഒരു ധാരണ സ്വാഭാവികമായും ഉരുത്തിരിഞ്ഞു വരേണ്ടതുണ്ട്. അതുണ്ടാവാനുള്ള സാധ്യത വിരളമാണ്. അതുകൊണ്ടാണ് തൽക്കാലത്തേക്ക് വലിയ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോകുന്ന ഘട്ടത്തിൽ സമാധാന പ്രക്രിയ ആരംഭിക്കുകയും താൽക്കാലിക വെടിനിർത്തൽ കൊണ്ടുവരികയും പ്രശ്നപരിഹാരത്തിലേക്ക് നീങ്ങുന്നു എന്ന പ്രതീതി സൃഷ്ടിക്കുകയും ചെയ്യുക. അതേസമയം അവർക്ക് ഒരു തരത്തിലും ബലികഴിക്കാനാവാത്ത താല്പര്യങ്ങൾ ആ മേഖലയിൽ ഉള്ളത് കൊണ്ട് വീണ്ടും സംഘർഷത്തിന്റെ പാത സ്വീകരിക്കാതെ തരമില്ല എന്നുള്ള അവസ്ഥയിലും വന്നിരിക്കുന്നു. ഈ രൂപത്തിൽ ഹോർമൂസ് കടലിടുക്കും ഗൾഫ് മേഖലയും ഇന്ന് ഒരു ഡെഡ് ലോക്കിലാണ്. അമേരിക്കയ്ക്ക് ഒരു സേഫ് എക്സിറ്റ് അവിടുന്ന് സാധ്യമല്ല. ഇറാനെ സംബന്ധിച്ചിടത്തോളം ആ രാജ്യത്തിന്റെ ദേശ താല്പര്യങ്ങളെ ബലികഴിച്ചുകൊണ്ട് ഇത്ര മാരകമായ ആക്രമണത്തിന് വിധേയമായ ഒരു രാജ്യം ഇനി പിന്നോട്ട് പോകുന്നതിൽ ഒരു അർത്ഥവുമില്ല. ഇതാണ് അവിടുത്തെ ഡെഡ് ലോക്ക്. അപ്പൊ ഈ സാഹചര്യത്തിൽ വലിയ മാറ്റങ്ങൾ രാജ്യാന്തരീയ ബന്ധങ്ങളിൽ ഉണ്ടാകുകയോ അതല്ലെങ്കിൽ വളരെ റിലയബിൾ ആയിട്ടുള്ള ഒരു രാജ്യം ഈ സംഘർഷത്തിന് മധ്യസ്ഥത വഹിക്കുകയോ ചെയ്യുക മാത്രമാണ് സമാധാന പ്രക്രിയയിലൂടെ പരിഹാരം കാണാനുള്ള മാർഗം. ഇപ്പോൾ പാകിസ്ഥാനോ ഈജിപ്ത്, ഒമാൻ, ഖത്തർ ഈ രാജ്യങ്ങളൊക്കെ തന്നെ പരസ്പരം ബന്ധപ്പെടുകയും തുർക്കിയുമുണ്ട് നിരന്തരമായ സമാധാന ചർച്ചകളുടെ ഭാഗമാകുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ ഈ രാജ്യങ്ങളൊന്നും തന്നെ ഒരു റിലയബിൾ പവർ അല്ല, വിശ്വസനീയമായ സാമ്പത്തിക സൈനിക ശക്തിയല്ല. അപ്പൊ ഈ സാഹചര്യത്തിൽ ഇവരുടെ മധ്യസ്ഥ ശ്രമം പലപ്പോഴും ഒരു വൻശക്തി രാഷ്ട്രം എന്ന നിലയിലും അമേരിക്കയുമായി ആശ്രിതത്വമുള്ള രാജ്യങ്ങൾ എന്ന നിലയിലും ഇവരെ അമേരിക്കൻ താല്പര്യങ്ങളെ മുന്നോട്ട് വെക്കുകയല്ലാതെ ഒരു സ്വതന്ത്രമായ സമാധാനപരമായ തുല്യനീതിയിൽ അധിഷ്ഠിതമായ ഒരു സമാധാന പ്രക്രിയയ്ക്ക് മധ്യസ്ഥ വഹിക്കാൻ പാകിസ്ഥാൻ അടക്കമുള്ള രാജ്യങ്ങൾക്ക് കഴിയുകയുമില്ല. അപ്പൊ ഇത്തരത്തിൽ വളരെ സവിശേഷമായ ഒരു ഡെഡ് ലോക്ക് ഈ ഗൾഫ് സംഘർഷത്തിൽ രൂപപ്പെട്ടിരിക്കുന്നു. അത് അഴിച്ചെടുക്കുന്നത് വരെ തൽക്കാലത്തേക്ക് ഒരുപക്ഷെ ശാന്തി ഉണ്ടായേക്കാം. ചില സമാധാന ചർച്ചകൾ നടക്കുമ്പോൾ കുറച്ചു സമയത്തേക്ക് വെടിനിർത്തലും അക്രമവും നിർത്തിവെച്ചേക്കാം. അത് വീണ്ടും മറ്റൊരു മേഖലയിൽ പുനരാരംഭിക്കും. അപ്പൊ ഇത്തരത്തിൽ ആ സംഘർഷം നീളാനാണ് സാധ്യത. അതെ, അതോടൊപ്പം തന്നെ ഈ കഴിഞ്ഞ ദിവസം ട്രംപിന്റെ ഒരു പ്രസ്താവനയൊക്കെ ഉണ്ടായിരുന്നു. അതായത് ഇറാനെ സാമ്പത്തികമായി തകർക്കുമെന്നുള്ള ഒരു ആഹ്വാനം, അല്ലെങ്കിൽ ഒരു ഭീഷണി. പക്ഷെ ഇതിനെ പരിഹസിച്ചുകൊണ്ട് ഇറാനും രംഗത്തെത്തിയിട്ടുണ്ട്. ഈ ഉപരോധങ്ങൾ ഏർപ്പെടുത്തുന്നത് അമേരിക്കയ്ക്ക് ഇപ്പോൾ ഒരു നയമല്ലെന്നും മറിച്ച് അതൊരു ലഹരിയാണെന്നും ഒക്കെയുള്ള ഒരു കളിയാക്കലാണ് ഇറാന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഈ സാമ്പത്തികമായി തകർക്കുന്നു എന്ന് പറയുമ്പോൾ അത് ഇറാനിൽ എത്രത്തോളം ഒരു ആഘാതം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്?
അല്ല, ഇറാൻ 1979 ഇസ്ലാമിക വിപ്ലവത്തിന് ശേഷം ഏറെക്കുറെ സമ്പൂർണമായ ഉപരോധം പല ഘട്ടങ്ങളിലും നിലനിൽക്കുന്ന ഒരു രാജ്യമാണ്. ഇപ്പോഴാകട്ടെ സമ്പൂർണ്ണ ഉപരോധം ആ രാജ്യത്തിന് മേലെ ചുമത്തിയിരിക്കുന്നു. ഇനിയിപ്പോൾ കൂടുതൽ ഉപരോധം എന്ത് ചുമത്താനാണ്? മാത്രവുമല്ല, കഴിഞ്ഞ ഒരു 10 വർഷത്തിനിടയ്ക്ക്, പ്രത്യേകിച്ച് 2014 ക്രീമിയയില് റഷ്യ ആക്രമണം നടത്തുകയും അതിന്റെ തുടർച്ചയായി ഇപ്പോൾ ഉക്രൈൻ യുദ്ധം 2022 മുതൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം ഗസ യുദ്ധം ഉണ്ടായി. അങ്ങനെ പല സംഘർഷ മേഖലയിലും അമേരിക്ക ഏകപക്ഷീയമായി പ്രഖ്യാപിച്ച ഉപരോധങ്ങൾ ഒന്നും ഫലം കണ്ടില്ല എന്നുള്ളതാണ് ഒരു വസ്തുത. അതുമാത്രമല്ല, ആഗോള തലത്തിലുള്ള സാമ്പത്തിക മത്സരത്തിന്റെ ഭാഗമായി വ്യാപാര യുദ്ധം എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ചൈന, അമേരിക്ക, അതുപോലെ അമേരിക്ക യൂറോപ്യൻ യൂണിയൻ, അമേരിക്ക ഇന്ത്യ, ഇങ്ങനെ ലോകത്തിലെ പ്രമുഖ സാമ്പത്തിക ശക്തികൾ തമ്മിലുള്ള ബന്ധത്തിൽ അമേരിക്കയ്ക്ക് സ്വന്തം താല്പര്യങ്ങൾ സംരക്ഷിക്കുവാനും അമേരിക്കയെ ഒരിക്കൽ കൂടി മേക്ക് അമേരിക്ക ഗ്രേറ്റ്, അമേരിക്കയെ വൻ സാമ്പത്തിക സൈനിക ശക്തിയാക്കി മാറ്റാനുമുള്ള ശ്രമങ്ങളുടെ ഭാഗമായി ചുമത്തിയ പകരച്ചുങ്കവും പിഴച്ചുങ്കവും ഒന്നും ഫലം കണ്ടില്ല എന്നുള്ളത് നമ്മുടെ മുന്നിലുള്ള യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തി ഇറാനെ തകർത്ത് കളയും, ബോംബിട്ട് ഇറാനെ പൊടിയാക്കി കളയും എന്നൊക്കെയുള്ള ട്രംപിന്റെ ട്വീറ്റുകൾക്കും അവകാശവാദങ്ങൾക്കും ഒരുപക്ഷെ ഒരു വിശകലനത്തിന് പോലും അർഹിക്കുന്നില്ല എന്നതാണ് എൻ്റെ അഭിപ്രായം. കാരണം നിരന്തരമായി ഇത്തരം കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയും ആ കാര്യങ്ങളൊന്നും തന്നെ പ്രായോഗികത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയാതിരിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയാണ് ട്രംപിന്റെ പ്രഖ്യാപനങ്ങളിലുള്ളത്. അപ്പോൾ ഒരു നിയോ ഇമ്പീരിയലിസ്റ്റ് പോളിസി, പഴയ മെർക്കാന്റലിസവും ഒക്കെ സമഞ്ജസമായി സമ്മേളിക്കുന്ന ഒരു സവിശേഷമായ വിദേശ നയമാണ് ട്രംപ് മുന്നോട്ട് വെക്കുന്നത്. അതിൽ ക്യാരറ്റ് ആൻഡ് സ്റ്റിക്ക് പോളിസി ഉണ്ട്. അതുപോലെ പഴയ മൺട്രോ ഡോക്ട്രിന്റെ പുതിയ രൂപമായ ഡോൺട്രോ ഡോക്ട്രിൻ ഉണ്ട്. അപ്പൊ ഇതെല്ലാം ചേർന്ന് ക്ലാസിക്കൽ സാമ്രാജ്യത്വത്തിന്റെയും മെർക്കാന്റലിസത്തിന്റെയും ഒക്കെ സകല രൂപഭാവങ്ങളും പേറുന്ന ഒരു വിദേശ നയമാണ് ട്രംപ് മുന്നോട്ട് വെക്കുന്നത്. അതുകൊണ്ട് ട്രംപിന്റെ പ്രസ്താവനകളെ ആ തൽക്കാലത്തേക്കുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആയി എടുക്കുക എന്നതിനപ്പുറത്തേക്ക് ഒരു പോളിസി സ്റ്റേറ്റ്മെന്റ് ആയിട്ട് കാണുവാനോ അമേരിക്കയുടെ ഇറാൻ നയത്തിന്റെയോ അമേരിക്കൻ വിദേശ നയത്തിന്റെയോ അടിസ്ഥാന പ്രമാണമായി സ്വീകരിക്കാനോ വയ്യ. അദ്ദേഹം അപ്പപ്പോൾ തോന്നുന്ന കാര്യങ്ങൾ അപ്പപ്പോൾ ട്വീറ്റ് ചെയ്യുന്നു എന്ന നിലയ്ക്ക് മാത്രമേ ഇതിനെ കാണേണ്ടതുള്ളൂ. ഏതായാലും ഇറാനെ സംബന്ധിച്ചിടത്തോളം സമ്പൂർണ്ണമായ ഉപരോധം ഇപ്പോൾ നിലനിൽക്കുകയാണ്. ഉക്രൈൻ യുദ്ധത്തിന് ശേഷം റഷ്യയുടെ മേലെ ചുമത്തിയിട്ടുള്ള സമ്പൂർണ്ണ ഉപരോധവും ഏറെക്കുറെ പരാജയപ്പെട്ടു. റഷ്യയെ യുദ്ധത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുവാനോ അവരെ സാമ്പത്തികമായി തളർത്താനോ ആ ഉപരോധത്തിന് കഴിഞ്ഞില്ല എന്നുള്ളത് വസ്തുതയാണ്. അത്രയൊന്നും സൈനിക ശേഷിയോ സാമ്പത്തിക ശേഷിയോ ഉള്ള രാജ്യമല്ല ഇറാൻ. എന്നിട്ടും ഇറാന് മേലെ ചുമത്തിയിട്ടുള്ള സമ്പൂർണമായ സാമ്പത്തിക ഉപരോധം ഇതുവരെ ഉദ്ദേശിച്ച ഫലം കണ്ടില്ല എന്ന് മാത്രമല്ല, ആ രാജ്യം ഒരു പരിധിവരെ പിടിച്ചു നിൽക്കുന്നു എന്നതും വാസ്തവമല്ലേ. അമേരിക്കയെ പോലുള്ള ഒരു വൻശക്തിയോട് ഇറാൻ പോലെ ഒരു ചെറു രാഷ്ട്രം പരാജയപ്പെടാതെ നിൽക്കുന്നു എന്നത് തന്നെ ആ രാജ്യത്തിന്റെ വിജയമാണ്. അതുകൊണ്ട് അമേരിക്കയുടെ സമ്പൂർണ്ണ സാമ്പത്തിക ഉപരോധവും അമേരിക്ക ഇസ്രായേൽ അച്ചുകൊണ്ട് ഇറാന് മേലെ നടത്തുന്ന സംഘടിതമായ നിരന്തരമായ ആക്രമണങ്ങളും ഇതുവരെ ഉദ്ദേശിച്ച ലക്ഷ്യം കണ്ടിട്ടില്ല, ഫലം കണ്ടിട്ടില്ല എന്നുള്ളതാണ് ഈ യുദ്ധത്തിന്റെ നാലുവഴികൾ വിശകലനം ചെയ്യുമ്പോൾ നമുക്ക് എത്തിച്ചേരാവുന്ന ഒരു കാര്യം. അതുകൊണ്ട് ആ അർത്ഥത്തിൽ ട്രംപിന്റെ ഈ പ്രസ്താവനയെ കണ്ടാൽ മതി, അതിൽ വലിയ കാര്യമില്ല എന്നത് തന്നെയാണ് വാസ്തവം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.